നമ്മുടെ പുഞ്ചിരിക്ക് പിന്നിലെ വേദനകൾ മനസ്സിലാക്കുവാനും നമ്മുടെ ദേഷ്യത്തിനു പിന്നിലെ സ്നേഹം തിരിച്ചറിയാനും നമ്മുടെ മൗനത്തിനു പിന്നിലെ കാരണം കണ്ടുപിടിക്കുവാനും സാധിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരും ബന്ധുക്കളും. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരു ഇടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ഭൂമിയിൽ വെച്ച് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനവും സ്ഥാനവും അതായിരിക്കും. സത്യം ഒരിക്കലും ഞാൻ സത്യമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ഒരു നുണ എപ്പോഴും ഞാൻ മാത്രമാണ് സത്യം എന്ന് അവകാശപ്പെടുന്നു. നന്നായി ചിന്തിക്കുന്നത് കഴിവാണ്. നന്നായി ആസൂത്രണം ചെയ്യുന്നത് ബുദ്ധിയാണ്. എന്നാൽ നന്നായി പ്രവർത്തിക്കുന്നതാണ് മികവ്. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്. വാടിയ പൂ ആരും ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരുമുണ്ട്. നമ്മളൊന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. എല്ലാം തികഞ്ഞൊരു ജീവിതത്തിനു വേണ്ടിയല്ല. ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും മറികടക്കുന്നവൻ ബഹുമാനത്തിന് അർഹനാണ്. സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവർ അതിന് ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നു. നിങ്ങൾക്കൊരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണ് എന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. നിങ്ങളുടെ മനസമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതാണ് പക്വത. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞ് പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന സത്യമാണ്. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. നിങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടുകളയുക. ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെപ്പറ്റിയും അമിതമായി ആലോചിക്കരുത്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്. നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. എന്നും എൻ്റേത് മാത്രമായിരിക്കണം എന്ന് കരുതിയിരുന്ന ചില ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിലും വേദനയാണ് നഷ്ടപ്പെട്ട ഇഷ്ടം മറ്റൊരാൾക്ക് സ്വന്തമായി എന്ന് അറിയുന്നത്. ചിലർക്ക് നമ്മളെ ഒഴിഞ്ഞു പോകൂ എന്ന് പറയാതെ ഒഴിവാക്കി വിടണം. അതിനവർ ഏറെ വേദനിപ്പിക്കും. ചേർത്ത് പിടിക്കേണ്ട ഇടങ്ങളിൽ ഒറ്റപ്പെടുത്തും. കാരണങ്ങളില്ലാതെ കുറ്റപ്പെടുത്തും, തനിച്ചാക്കും, അവഗണിക്കും. ഒടുവിൽ മടുത്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വിട്ടിട്ടു പോയി എന്നൊരു പഴി കൂടി നമ്മുടെ മേൽ സമർത്ഥമായി ചാർത്തി തരും.